ഇവർ കുറച്ച് പൊങ്ങച്ചം കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും അവരവരുടെ ജോലിയിൽ ഭയങ്കരമായിട്ടുള്ള ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള മറ്റുള്ളവരോട് അതിങ്ങനെ ചെയ്യണം, നമ്മളോട് ആ കാര്യങ്ങൾ ചെയ്ത് ശരിയാണോ, അവനങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറയും. കാര്യങ്ങളും സന്മാർഗവും കാര്യങ്ങളൊക്കെ പറയും, ഭയങ്കരമായിട്ടുള്ള ഹാർഡ് വർക്കും ചെയ്യും, 10 പൈസ ചിലവാക്കില്ല, ആർക്കും ഒന്നും കൊടുക്കൂല. നമസ്കാരം. മെട്രിക് ചാനലിലെ സെഗ്മെൻ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് വിഷുഫലത്തിൽ അത്തം നക്ഷത്രത്തെക്കുറിച്ചാണ്. ആദ്യം തന്നെ നമ്മൾ അത്തം നക്ഷത്രക്കാരുടെ കുറച്ച് ഗുണഗണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതേതൊരു നക്ഷത്രത്തിൻ്റെയും നമ്മൾ അങ്ങനെ എടുത്ത് തുടങ്ങാൻ നേരത്ത് അങ്ങനെയായിരിക്കും നമ്മൾ പറയുക, പ്രത്യേകിച്ച് വിഷുഫലത്തിൽ. അതിനുശേഷം മാത്രമാണ് വിഷുഫലത്തിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത്തം നക്ഷത്രക്കാരുടെ ഗുണഗണങ്ങളെക്കുറിച്ച് പറയാം. അത്തം നക്ഷത്രക്കാരുടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ക്ഷമാശീലമുള്ള ആൾക്കാരായിരിക്കും. നമ്മൾ ആദ്യം തന്നെ അത്തം എന്ന് കേൾക്കാൻ നേരത്ത് എന്താണ് വിചാരിക്കുക? അത്തപ്പൂക്കളം അല്ലേ? ഓണത്തിന് അത്തം മുതൽ തിരുവോണം വരെ നമ്മൾ അത്തപ്പൂക്കളം ഇടുന്നൊരു കാര്യമാണ് നമ്മൾ ആദ്യം വിചാരിക്കുക. ഈ നക്ഷത്രത്തിൽ പിറന്നവരെല്ലാം വളരെ ശാന്ത സ്വഭാവമുള്ള ആൾക്കാരാണ് എന്നും പറഞ്ഞ് നമ്മൾ എപ്പോഴും ശാന്ത സ്വഭാവം എന്ന് വിചാരിക്കേണ്ട. ചിലപ്പോൾ പെട്ടെന്ന് ഇവർ ചൂടാവുന്ന ഒരു പ്രകൃതക്കാരുമായിരിക്കും. ആരെയും അവർ പറഞ്ഞ് മനസ്സിലാക്കി, അതായത് സംസാരിച്ച് അവരെ ഒന്ന് ശാന്തമാക്കാനും അതുപോലെ സംസാരിച്ച് വീഴ്ത്താൻ കഴിവുള്ളൊരു ആൾക്കാരാണ് ഈ പറഞ്ഞ അത്തം നക്ഷത്രക്കാർ. അവരവരുടെ കർമ്മരംഗത്ത് കറക്റ്റായിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് തന്നെ വർക്ക് ചെയ്യും. പ്രത്യേകിച്ച് അവർക്ക് ഒറ്റയ്ക്കിരുന്ന് വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. ഇവരുടെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അധികം വലിയ കൂട്ടുകാരും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവരായിട്ട് ഒത്തുപോകാനായിട്ട് കുറച്ച് പാടാണ്. കാരണം എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിവർ ഓർത്ത് വെച്ചിരിക്കും. അതായത് പണ്ട് നടന്നൊരു കാര്യമായിരിക്കും, അതൊക്കെ ഇവർ ഓർത്ത് വയ്ക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും അത് പ്രയോഗിക്കുന്നത്. അപ്പോഴായിരിക്കും നമ്മൾ ഈ ചെറിയ കാര്യത്തിൽ ഇവരെന്തിനും ഇതൊക്കെ ഓർത്ത് വെച്ചിട്ട് ഈ പറയണത്. അപ്പോൾ നമുക്ക് ഒരു പ്രത്യേകമായിട്ടൊരു ദേഷ്യം വരും. അപ്പോൾ ഒരു കാര്യം പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റൂല, എപ്പോഴാണ് അവർക്ക് ദേഷ്യം വരുന്നത്. നമ്മൾ ശാന്ത സ്വഭാവം ഉണ്ടോയെന്ന് പറഞ്ഞാൽ അവരാ ജോലി സംബന്ധമായിട്ടൊരു ശാന്ത സ്വഭാവം കാണിക്കുമെങ്കിലും ഈ പേഴ്സണലായിട്ടുള്ളൊരു കാര്യം വരാൻ നേരത്തെ അവർ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇപ്പുറത്ത് വശത്ത് പൊട്ടിത്തെറിക്കുന്ന ആളായിരിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ആരെയും പറഞ്ഞ് വീഴ്ത്താനുള്ളൊരു കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ കുറച്ച് പൊങ്ങച്ചം കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും അവരവരുടെ ജോലിയിൽ ഭയങ്കരമായിട്ടുള്ള ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. തമാശ കാര്യങ്ങളൊക്കെ ഇവർ നല്ല രീതിയിലൊക്കെ പറയും. അതുപോലെ തന്നെ സന്മാർഗ ഒരു സ്വഭാവം, മറ്റുള്ളവരോട് അതിങ്ങനെ ചെയ്യണം, നമ്മളോട് ആ കാര്യങ്ങൾ ചെയ്ത് ശരിയാണോ, അവനങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറയും. ഇവരാണെങ്കിലും ഒടുക്കത്തെ വാശിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണ്. ചില കാര്യങ്ങളൊക്കെ പറയാൻ നേരത്ത് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വാശി, ഇടിവാശി എന്ന് തന്നെ പറയണം. ഇന്ന സാധനം വേണം എന്ന് പറഞ്ഞാൽ അവർ ആഗ്രഹിച്ച ഒരു കാര്യങ്ങളൊക്കെ നേടും. കർക്കശ സ്വഭാവം കാര്യങ്ങളെന്ന് പറയും. അതുപോലെ തന്നെ ശുചിത്വത്തിലൊക്കെ അവർ ഭയങ്കര കർക്കശമായ അതായത് ചിട്ട അത് പാലിക്കുന്ന ആൾക്കാരാണ്. ശുചിത്വപരമായിട്ട് തന്നെ എല്ലാം കറക്റ്റായിരിക്കണം. അവരുടെ ചിട്ട പാലിച്ച് തന്നെ പോകണം എന്നൊക്കെ ഉള്ളവരാണ്. ഇവരിങ്ങനെയുള്ള കാര്യങ്ങളും സന്മാർഗവും കാര്യങ്ങളൊക്കെ പറയും, ഭയങ്കരമായിട്ടുള്ള ഹാർഡ് വർക്കും ചെയ്യും, 10 പൈസ ചിലവാക്കില്ല, ആർക്കും ഒന്നും കൊടുക്കൂല. ഇവർ വായ്ത്താളത്തിനൊന്നും കുറവില്ല. പക്ഷേ ഇവർ ചെയ്യുന്ന പ്രവൃത്തി ഇതാണ്. മറ്റുള്ളവരെ അല്ലാതെ ചിലപ്പോൾ വേറെ സഹായിക്കാനൊക്കെ ഒരു മനസ്ഥിതിയൊക്കെ ഉണ്ടാവും. പൈസ കൊണ്ടല്ല, ശരീരം കൊണ്ട് അങ്ങനെയൊക്കെ പോയും വന്നും കൂടെ നിൽക്കാനും ഒക്കെ ഉണ്ടാവും. പക്ഷെ 10 പൈസ ഇവർ ചിലവാക്കില്ല. അതൊക്കെയാണ് അത്തം നക്ഷത്രക്കാരുടെ ഓരോ ഗുണഗണങ്ങൾ. പൊതുവെ ഒരു ശാന്ത സ്വഭാവം കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്, സാധുക്കളാണ്. പക്ഷേ ഇടപെടുന്നത് വളരെയധികം ശ്രദ്ധിച്ച് വേണം. അധികം
അവരുടെ കൂടെ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യമോ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ഒരു പാടുള്ളൊരു നക്ഷത്രം കൂടിയാണ് അത്തം നക്ഷത്രം. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടെ നിന്ന് തന്നെ പോകാം ലൈഫ് ടൈം. അങ്ങനെ ഒരു കാര്യമുണ്ട്, അത് അവർക്കും കൂടി തോന്നണം. പക്ഷെ അതിനിടയ്ക്കൊക്കെ നമ്മൾ ഈ അവരിങ്ങനെ ഓർത്ത് വെച്ചിട്ട് നമ്മളെ പഴിചാരുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അത്തം നക്ഷത്രക്കാരിലുള്ളത്. ഇനി അവരുടെ വിഷു ഫലത്തിലേക്ക് തന്നെ വരാം. വിഷു ഫലത്തിൽ അത്തം നക്ഷത്രത്തിന് പൊതുവെ കുഴപ്പമില്ലാത്തൊരു സമയം കൂടിയാണ്. അതായത് കുറേ കാലമായി കിട്ടാനുള്ള ഒരു ധനമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ പുതിയ ജോലി ലഭിക്കുന്നതിനുള്ളൊരു സമയം കൂടി കാണുന്നു. ചില ശത്രുക്കളുടെ ഒരു മനോഭാവം കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ ഒരു മന്ദഗതിയായിരിക്കും. അതായത് ചില പ്രോജക്റ്റുകളൊക്കെ നമുക്ക് ലഭിക്കുന്ന, അല്ല അങ്ങനെയുള്ളൊരു ബിസിനസ് മേഖലയായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നമുക്ക് ഇന്ന ഒരു പ്രോജക്റ്റ് ലഭിക്കും, അല്ലെ ഇന്നൊരു വ്യാപാര സ്ഥാപനമായി ഒരു ടൈപ്പിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ലഭിക്കും അതൊക്കെ നഷ്ടപ്പെടുവാനുള്ളൊരു സാധ്യത. അതായത് മൊത്തത്തിലല്ല, 100-ൽ ഒരു 50-50, 50% നമുക്ക് കുറവ് രേഖപ്പെടുത്തും അതിൻ്റെ അകത്ത്. ബാക്കി 50, ശരിക്കും പറഞ്ഞാൽ 100% തന്നെ ലഭിക്കേണ്ടതിൽ 50% ലഭിക്കുകയുള്ളൂ. ബാക്കി 50%. അതായത് ഇവരുടെ ഒരു സാമ്പത്തിക സ്ഥിതിയിലൊക്കെ കുറവ്. അതുപോലെ വിവാഹം കഴിച്ച ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാര്യ അങ്ങനെയുള്ളവരുടെ വീട്ടിൽ നിന്നും, അതായത് ഇപ്പോൾ ഭർത്താക്കന്മാരാണ് അത്തം നക്ഷത്രമെങ്കിൽ ഭാര്യയുടെ വീട്ടിൽ നിന്നും പണം, അതായത് സ്വത്തുക്കളൊക്കെ ലഭിക്കുന്നതിനുള്ളൊരു ഭാഗ്യമൊക്കെ കാണുന്നു. തിരിച്ച് ആണെങ്കിൽ ഭാര്യയാണ് അത്തമെങ്കിൽ ഭർത്താക്കന്മാരുടെ വീട്ടിൽ നിന്നുള്ള ഒരു സ്വത്ത് അത് ലഭിക്കുന്നതിനുള്ളൊരു ഭാഗ്യം, ധനം വന്നു ചേരുവാനുള്ളൊരു ഭാഗ്യം കാര്യങ്ങളൊക്കെ കാണുന്നു. പക്ഷെ നല്ല അശ്രാന്തമായ ഒരു പരിശ്രമം കാര്യങ്ങളൊക്കെ ഇതിന് വേണം. അതായത് ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു സ്റ്റെപ്പ് കൂടി ഇവരെടുത്ത് വെക്കേണ്ട ഒരു സമയം തന്നെ ആയിരിക്കണോ ഈ അത്തം നക്ഷത്രത്തിന്. കുറച്ച് മടി പിടിച്ചിരുന്നാലൊന്നും കാര്യങ്ങൾ ശരിയാവില്ല. അപ്പോൾ കുറച്ച് ക്ഷീണം കാര്യങ്ങളാണ് എന്ന്, പൊതുവെ ഒരു തളർച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റി ഊർജിതമായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കും. അതുപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി നന്നായിട്ടൊന്ന് ഭജിക്കുക, ഒരു ഭാഗ്യസൂക്തം വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ മാസത്തിലെ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച പാൽപ്പായസം കൃഷ്ണന് നേദിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഉയർച്ച കാര്യങ്ങളൊക്കെ വരാനുള്ളൊരു ഭാഗ്യം ഇവർക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ കുറച്ച് ഐഡിയാപരമായിട്ടുള്ളൊരു ചെറിയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അതെങ്ങനെയെങ്കിലും ഒരു പ്രാവർത്തികമാക്കുവാനൊക്കെ ഇവർ അശ്രാന്തമായൊരു കഠിന പരിശ്രമം തന്നെ വേണ്ടിവരും. കാരണം ബിസിനസ്സുമായിട്ട് അതൊക്കെ എന്തെങ്കിലും മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ അതുമായിട്ട് പുതിയൊരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും നമുക്കൊരു പ്രോഡക്റ്റ് കൊണ്ടുവരാനോ ഒക്കെ വിപണിയിലെത്തിക്കാനോ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇവർ അശ്രാന്തമായിട്ടുള്ള ഒരു പരിശ്രമം തന്നെ നേടിയെടുക്കേണ്ടി വരും. അത് വിജയപൂർണമായി തീർക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഉദര സംബന്ധമായിട്ടുള്ള ഒരു രോഗങ്ങളൊക്കെ വരാതെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ മേൽപ്പറഞ്ഞ വഴിപാടുകൾ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ മാതാവിൻ്റെ എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ കൃത്യമായ ഒരു പരിചരണമൊക്കെ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, സുഖമായി തന്നെ എത്രയും പെട്ടെന്ന് ഭേദമാവും. അത് ദൂരദേശത്തേക്കുള്ളൊരു പോക്ക് കാര്യങ്ങൾ, അതായത് നമുക്ക് ജോലി സംബന്ധമായിട്ടല്ല അല്ലാതെ ഉള്ളൊരു വിദേശ യാത്ര കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ തൽക്കാലം ഒഴിവാക്കേണ്ടി വരും. അതായത് ചിലപ്പോൾ ടൂർ പാക്കേജ് പോലുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചാലും നമുക്കത് ഒഴിവാക്കേണ്ട ഒരു സ്ഥിതി കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് ധനം വരാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. മറ്റൊരു വഴിക്ക് ഭഗവാന്റെ അല്ലെ ഭഗവതിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് ധനം വരുവാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യണം, ഒരു സ്റ്റെപ്പ് കൂടി മുന്നിലേക്ക് എടുത്ത് വെക്കുക. ക്ഷീണം നമുക്ക് പ്രധാനമായിട്ട് ഈ ചൂട് കാലമാണ് ഒന്നാമത്തെ സ്ഥിതി. രണ്ടാമത്തെ, പൊതുവെ ഒരു അത്തം നക്ഷത്രക്കാർക്കൊരു ചെറിയ രീതിയിലൊരു ക്ഷീണം കാര്യങ്ങളൊക്കെ വരുന്നൊരു സമയം കൂടിയാണ്. അതായത് ഒരു തളർച്ച, ഇന്നില്ല നാളെ ആവാം, ജോലി ചെയ്യാം,
അങ്ങനൊരു കാര്യം ഇവർക്ക് ചിന്തിക്കാഴിയില്ല. അപ്പം അതൊന്ന് മാറ്റി നിർത്തി ഒന്ന് ഊർജിതമായിട്ടൊക്കെ ഒന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ മുന്നോട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് പോകാൻ പറ്റും. നമ്മുടെ കുടുംബ ജീവിതത്തിലെ സർവ്വവിധ ഐശ്വര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, ശോഭനമായിരിക്കും. അതുപോലെ തന്നെ ഊഹക്കച്ചവടത്തിൽ നിന്നുമൊക്കെ പിന്തിരിഞ്ഞു മാറേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ പൈസ പോകുന്ന വഴി കാണില്ല. ധനമോ കാര്യങ്ങളൊക്കെ അല്ലാതെ തന്നെ നമുക്ക് സമ്പാദിക്കാൻ പറ്റും, നല്ല രീതിയിൽ കൂടി തന്നെ വരും. വാഹനം മേടിക്കാനുള്ള കുറേ നാളായിട്ടുള്ള കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഈ വർഷം നടക്കും. ധനം സമ്പാദിക്കുന്നതിന് പുറമേ തന്നെ നമുക്ക് വാഹന യോഗം, വാഹനം വാങ്ങാനുള്ളൊരു യോഗം കാര്യങ്ങളും കൂടി കാണുന്നു. കുറേ വർഷമായിട്ടുള്ള ചിലപ്പോൾ ഒരു ആഗ്രഹമായിരിക്കും ഒരു കാറ് വാങ്ങുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ വാങ്ങുക എന്നുള്ളത്. അതെല്ലാം ഈ വർഷം തന്നെ സാധിക്കുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു സമയമാണ് അത്തം നക്ഷത്രത്തിന് ഈ വിഷുഫലത്തിൽ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. ഭഗവാന്റെ ഭഗവതിയുടെയൊക്കെ ഈശ്വര അനുഗ്രഹം കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഈ വർഷത്തെ അത്തം നക്ഷത്രത്തിൻ്റെ വിഷുഫലം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, പുതിയൊരു ബിസിനസ് സ്ഥാപനം തുറക്കാൻ ഏതാണ് ഡേറ്റ്, അതുപോലെ തന്നെ വാഹനം നമുക്ക് മേടിക്കാവുന്നൊരു ഡേറ്റ്, കാര്യങ്ങൾ അങ്ങനെയൊക്കെ അറിയാനും ഇതിനെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ സമയം ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അറിയാനുമായിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെടുക. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ പറയാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ അത്തം നക്ഷത്രത്തിൻ്റെ വിഷുഫലം. എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും നന്മയുടെയും സമൃദ്ധിയുടെയും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നമസ്കാരം. ജീവേഷ്.